പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഷ്കുറൂ നിഅമതല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകൾക്ക് നിങ്ങൾ നന്ദി കാണിക്കുക. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അവനു മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ, അഥവാ നിങ്ങൾ മുവഹ്ഹിദുകളാണോ തൗഹീദുള്ളവരാണോ എങ്കിൽ നിങ്ങൾ ശുക്ർ ചെയ്യുന്നവരായിരിക്കണം. അള്ളാഹുവിന്റെ നിഅമത്തുകൾക്ക് നന്ദി കാണിക്കുന്നവനാണ് ഒരു യഥാർത്ഥ മുവഹ്ഹിദ് അഥവാ തൗഹീദുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അവർ ശാകിരീങ്ങളായിരിക്കും, നന്ദിയുള്ളവരായിരിക്കും എന്ന കാര്യം. അതുകൊണ്ട് തന്നെ നന്ദികേട് ഈമാനിനും തൗഹീദിനും എതിരായ വിഷയമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഷ്കുറൂ ലീ വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണം. വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നോട് കുഫ്ർ കാണിക്കരുത്. ഇവിടെ കുഫറിന്റെ അർത്ഥം അറബി ഭാഷയിൽ കുഫറിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് സത്യനിഷേധം, രണ്ട് നന്ദികേട്. എന്തുകൊണ്ടാണ് സത്യനിഷേധം, നന്ദികേട് എന്ന ഈ രണ്ടർത്ഥവും കുഫർ എന്ന വാക്കിനുള്ളത്? ഈമാനിന്റെ അടയാളം ശുക്റാണ്, തൗഹീദിന്റെ അടയാളം ശുക്റാണ്. ശുക്ർ ചെയ്യുന്നവൻ തൗഹീദുള്ളവനാണ്, ശുക്ർ ചെയ്യാത്തവൻ തൗഹീദിന് വിരുദ്ധം വിശ്വസിക്കുന്നവനും പ്രവർത്തിക്കുന്നവനുമാണ്. അഥവാ ഒരു യഥാർത്ഥ മുസ്ലിം, ഒരു യഥാർത്ഥ മുഅ്മിൻ ഷാക്കിറായിരിക്കണം. നന്ദികേട് കാണിക്കൽ കാഫിറുകളുടെ, കുഫാറുകളുടെ സ്വഭാവമാണ്. അത് കുഫറിന്റെ അടയാളമാണ്. സൂറത്തുൽ അൻകബൂത്തിലും നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഖൗലായിക്കൊണ്ട്, ഫബ്തഗൂ ഇൻദല്ലാഹി റിസ്ഖ, നിങ്ങൾ ഉപജീവനം അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് തേടൂ. വഅബ്ദൂ, നിങ്ങൾ അവനു മാത്രം ഇബാദത്ത് ചെയ്യൂ. വഷ്കുറൂ ലഹു, നിങ്ങൾ അവനോട് നന്ദി കാണിക്കുകയും ചെയ്യൂ. ഇലൈഹി തുർജഊൻ, കാരണം നിങ്ങൾക്ക് മടങ്ങിപ്പോവേണ്ടത് അല്ലാഹുവിലേക്കാണ്. അപ്പോൾ ഇവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വഅബ്ദൂഹു വഷ്കുറൂ ലഹു, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അവനോട് നന്ദി കാണിക്കുകയും ചെയ്യുക. അഥവാ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ അല്ലാഹുവിനോട് നന്ദിയുള്ളവരായിരിക്കണം എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനുമായിട്ടും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കുന്ന മാർഗമായിട്ടും പഠിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം ശുക്റാണ്, നന്ദി കാണിക്കുക എന്നതാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിൽ നമുക്ക് കാണാം, മാ യഫ്അലുല്ലാഹു ബിഅദാബികും ഇൻ ശകർതും വആമൻതും വകാന അല്ലാഹു ശാകിറൻ അലീമാ. മാ യഫ്അലുല്ലാഹു ബിഅദാബികും, അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കുകയില്ല, ഒരു ശിക്ഷയും അല്ലാഹു നിങ്ങൾക്ക് നൽകുകയില്ല. രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ, നമ്പർ 1, ഇൻ ശകർതും, നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ, വആമൻതും, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുകയുമാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ശിക്ഷിക്കുകയില്ല. വകാന അല്ലാഹു ശാകിറൻ അലീമാ, അല്ലാഹു നന്ദിപൂർവം അടിമകളുടെ പ്രവൃത്തി സ്വീകരിക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു. ഇവിടെ ഈമാനിന്റെ കൂടെ അല്ലാഹു ചേർത്ത് പറഞ്ഞത് ശുക്റാണ്. ഒരാൾ ഈമാൻ സ്വീകരിച്ചാൽ എപ്രകാരമാണോ അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നത്, അതേപോലെ തന്നെയാണ് ശുക്റിലൂടെ ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നതാകുന്നു. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിയാന്മാരിൽ
പ്രത്യേകം പരിഗണന നൽകുകയും പ്രത്യേകം തെരഞ്ഞെടുക്കുകയും ചെയ്ത ആളുകൾ നന്ദിയുള്ള ആളുകളാകുന്നു എന്ന് നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാം. സൂറത്തുൽ അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വകദാലിക ഫതന്നാ ബഅദഹും ബിബഅദിൻ. അപ്രകാരം ചിലരെ കൊണ്ട് നാം പരീക്ഷിച്ചിരിക്കുന്നു. എന്താണത്? സത്യനിഷേധികൾ സത്യവിശ്വാസികളെ കുറിച്ച് പറയുകയാണ്, ലിയഖൂലു അഹാഉലാഇ മന്നല്ലാഹു അലൈഹിം മിൻ ബൈനിനാ. മനുഷ്യർക്കിടയിൽ നിന്ന്, നമുക്കിടയിൽ നിന്ന് അള്ളാഹു പ്രത്യേകം നിഅമത്ത് നൽകിയവർ ഇക്കൂട്ടരാണോ? സത്യനിഷേധികളുടെ ചോദ്യമാണ്. കാരണം സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ പരമദരിദ്രന്മാരും അടിമകളുമായ അവർ നിസ്സാരന്മാരായി കണ്ടിരുന്ന ആളുകൾ. പക്ഷെ അവരാണ് ഉന്നതന്മാർ, അവരാണ് തൗഹീദിന്റെ വക്താക്കൾ, അവരാണ് സ്വർഗാവകാശികൾ എന്നൊക്കെയുള്ള ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ, പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അത് സത്യനിഷേധികൾക്ക് വലിയ പ്രയാസമുണ്ടാക്കി. അപ്പൊ അവർ ചോദിക്കുകയാണ്, ഈ ദരിദ്രന്മാരും അടിമകളുമായിട്ടുള്ള ഈ നിസ്സാരന്മാരായ ആളുകളെയാണോ അള്ളാഹു പ്രത്യേകം നിഅമത്ത് നൽകി തെരഞ്ഞെടുത്തു എന്ന് നിങ്ങൾ പറയുന്നത്? അള്ളാഹുവിന്റെ ചോദ്യം, അലൈസല്ലാഹു ബിഅഅലമ ബിശാകിരീൻ. നന്ദിയുള്ളവരെ സംബന്ധിച്ച് അള്ളാഹു ഏറ്റവും നന്നായി അറിയുന്നവനല്ലയോ? അപ്പൊ അള്ളാഹുവിനറിയാം അവന്റെ അടിമകളിൽ ആരാണ് നന്ദി കാണിക്കുന്നത്, ആരാണ് നന്ദികേട് കാണിക്കുന്നത്, ആർക്കാണ് നിഅമത്ത് നൽകേണ്ടത്, ആർക്കാണ് ഹിദായത്ത് നൽകേണ്ടത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കറിയാം. അതുകൊണ്ട് തന്നെ ഉന്നത കുടുംബത്തിൽ ജനിച്ചാലും വലിയ പണക്കാരനാണെങ്കിലും വലിയ സ്ഥാനമാനങ്ങൾ ഉള്ളവനാണെങ്കിലും ശരി, നന്ദിയില്ലാത്ത ഒരു ഹൃദയമാണുള്ളതെങ്കിൽ അള്ളാഹുവിന്റെ അടുത്ത് അവർക്ക് യാതൊരു നിലയും വിലയുമില്ല. എന്നാൽ പരമദരിദ്രനാകട്ടെ, അടിമയാകട്ടെ, എത്ര പാവപ്പെട്ടവനാകട്ടെ, സ്ഥാനമാനങ്ങളൊന്നുമില്ലാത്തവനാകട്ടെ, പക്ഷെ നന്ദിയുള്ള ഒരു ഹൃദയമുണ്ടെങ്കിൽ അതാണ് ഈമാനിന്റെ അടിസ്ഥാനം, അതാണ് തൗഹീദിന്റെ അടിസ്ഥാനം, അതാകുന്നു വിജയത്തിന്റെ അടിസ്ഥാനം. അത്തരം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നുള്ള പ്രത്യേകമായ നിഅമത്തും മിന്നത്തും നൽകുമെന്നാണ് സൂറത്തുൽ അൻആമിലെ ഈ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾക്ക് ഏത് വിഷയത്തിലുമുള്ള വർധനവിന്റെ അടിസ്ഥാനം ശുക്റാണ്, നന്ദി കാണിക്കലാണ്. അത് ഭൗതികമായ വിഷയമാണെങ്കിലും ശരി, ആത്മീയമായ വിഷയമാണെങ്കിലും ശരി, ആ വിഷയങ്ങളിലൊക്കെ നന്ദി കാണിക്കുന്നവനാരോ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു കൊടുക്കും. സൂറത്തു ഇബ്രാഹിമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദ് തഅذന റബ്ബുക്കും. നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ചിരിക്കുന്നു. തഅذന എന്ന് പറഞ്ഞാൽ അനൗൺസ്മെന്റ് ചെയ്യുക, പ്രഖ്യാപിക്കുക എന്നാണ് അർത്ഥം. വഇദ് തഅذന റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താണത്? ലഇൻ ശകറതും ലഅസീദന്നകും. നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. വലഇൻ കഫർതും, എന്നാൽ നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിലോ നിഷേധം കാണിക്കുകയാണെങ്കിലോ ഇന്ന അദാബീ ലശദീദുൻ, എന്റെ ശിക്ഷ വളരെ കഠിനമാണ്, കഠോരമാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നന്ദി കാണിക്കുന്നതിനനുസരിച്ച് വർധനവുണ്ടാകും. ഏതിലുണ്ടാകും പ്രത്യേകമായി പറഞ്ഞിട്ടില്ല. ഏത് വിഷയത്തിലാണ് വർധനവുണ്ടാവുക? എല്ലാ വിഷയത്തിലും. നിങ്ങൾ നന്ദി കാണിച്ചാൽ അത് ദുനിയാവിന്റെ കാര്യത്തിലാകട്ടെ, ഭൗതിക വിഷയത്തിലാകട്ടെ, മതവിഷയത്തിലാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വർധനവ് നൽകും. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, വൽ മസീദു മിൻഹു ലാ നിഹായത ലഹു കമാ ലാ നിഹായത ലിശുക്രിഹി. അല്ലാഹുവിന് നന്ദി കാണിക്കുന്നതിന് അറ്റമില്ല, അവസാനമില്ല. അതുപോലെ തന്നെ അവനിൽ നിന്നുള്ള സിയാദത്തിനും എന്തില്ല? അറ്റമില്ല, അവസാനമില്ല. അതുകൊണ്ടാണ് സ്വർഗത്തിലെ സുഖങ്ങൾ ഓരോ ആഴ്ചയിലും ഇരട്ടിച്ചുകൊണ്ടിരിക്കുന്ന, ഓരോ വെള്ളിയാഴ്ചയും സ്വർഗത്തിലെ സുഖം ഇരട്ടിച്ചുകൊണ്ടിരിക്കും. ഒരു മനുഷ്യന്റെ സൗന്ദര്യം, ഞാൻ അവിടേക്ക് പ്രവേശിക്കുകയല്ല, പക്ഷെ പറയാണ്, ഒരു മനുഷ്യൻ അല്ലാഹു നൽകുന്ന നിഅമത്ത് അല്ലെങ്കിൽ അവന്റെ സൗന്ദര്യം ഓരോ വെള്ളിയാഴ്ചയും വർദ്ധിക്കുന്ന. അപ്പോൾ ഈ വെള്ളിയാഴ്ചയുള്ള സൗന്ദര്യമല്ല സ്വർഗത്തിൽ അടുത്ത വെള്ളിയാഴ്ച. അടുത്ത വെള്ളിയാഴ്ചയുള്ള സുഖവും സൗന്ദര്യവുമല്ല തൊട്ടടുത്തത്. സ്വർഗത്തിലെ ജീവിതത്തിനാകട്ടെ അറ്റവുമില്ല, അവസാനമല്ല.
സ്വർഗത്തിലെ ജീവിതത്തിന് അവസാനമില്ല. അപ്പോൾ ആ വർധനവിന് അവസാനമില്ല. അപ്പോൾ അതെന്തായിരിക്കും ആ അവസ്ഥ? അല്ലാഹു സുബ്ഹാനഹു വ തആല അഅലം. അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നന്മയുടെ പ്രതിഫലമായി അല്ലാഹു നൽകുന്നതിന് എന്തില്ല? ലാ നിഹായ, അതിന് അവസാനമില്ല. അതുകൊണ്ടാണ് മരണമില്ലാത്ത ജീവിതം എന്നത് തന്നെ വലിയ ഒരു നിഅമത്താണ്. അവിടെ മരണമില്ല. ലഇൻ ശകറതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിക്കുന്നതിനനുസരിച്ച് അല്ലാഹു വർദ്ധിപ്പിച്ചു തരും. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അല്ലാഹു നിങ്ങൾക്കൊരു ഇൽമ് നൽകി, മതപരമായ ഒരു ഇൽമ് നൽകി. ആ ഇൽമ് നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ അല്ലാഹു അടുത്ത ഇൽമ് നൽകും. ആ ഇൽമു നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ അല്ലാഹു വീണ്ടും അറിവ് വർദ്ധിപ്പിച്ചു തരും. വല്ലദീന ഹതദൂ സാദഹും ഹുദാ വആതാഹും തഖ്വാഹും, ധർമ്മനിഷ്ഠ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവനാരോ അവന് അല്ലാഹു ഹിദായത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കും, തഖ്വയുടെ വഴികളും അല്ലാഹു അയാൾക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും. അപ്പോൾ എത്ര നന്നായി ജീവിക്കാൻ ശ്രമിക്കുന്നുവോ വീണ്ടും നന്നായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകും. എപ്പോൾ നമ്മൾ നന്മയിൽ നിന്ന് പുറകോട്ട് പോകുന്നുവോ അപ്പോൾ ആ നന്മയിലേക്കുള്ള തൗഫീഖും കുറഞ്ഞു പോകും. അതേപോലെ തന്നെയാണ് നമ്മളുടെ ശരീരത്തിലെ അവയവങ്ങൾ. കണ്ണുകൊണ്ട് ഹലാല് മാത്രം കണ്ടാൽ കാഴ്ച ശക്തി കൂടും. കാരണം അള്ളാഹു വർദ്ധിപ്പിക്കും, അള്ളാഹുവിന്റെ വാഗ്ദാനാണ്. കാഴ്ച ശക്തി കൂടും. എപ്പോൾ നിങ്ങൾ ഹറാമുകൾ കാണാതിരുന്നാൽ കാഴ്ച അള്ളാഹു വർദ്ധിപ്പിച്ചു. ഹറാമുകൾ കേൾക്കാതിരുന്നാൽ കേൾവി ശക്തി വർദ്ധിക്കും. ഹറാമ് ചിന്തിക്കാതിരുന്നാൽ ചിന്താശേഷി വർദ്ധിക്കും. എവിടെയാണോ തിന്മ ചിന്തിക്കുന്നത് അവിടെ നന്മയെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ് ഹൃദയത്തിന് കുറയും. എവിടെയാണോ ഹറാമുകൾ കാണാൻ കണ്ണുകൾ താല്പര്യം കാണിക്കുന്നത് അപ്പോൾ പിന്നെ ഹലാലുകൾ കാണുന്നതിലേക്ക് മനുഷ്യന് താല്പര്യം കുറയും. എപ്പോഴാണോ ഹറാമുകൾ കേൾക്കുന്നത് നമ്മൾ ശീലമാക്കുന്നത് അപ്പോൾ നന്മ കേൾക്കുന്ന ശീലം നമുക്ക് കുറയും. അതുകൊണ്ടാണ് സംഗീതം ആസ്വദിക്കുന്നവർക്ക് ഖുർആൻ കേൾക്കാൻ താല്പര്യമുണ്ടാവുകയില്ല. സംഗീതം എത്ര കുറച്ചു കേൾക്കുന്നുവോ അത്ര കണ്ട് ഖുർആനിലേക്ക് അവരുടെ മനസ്സ് നീങ്ങിപ്പോകും. അല്ലാഹുവിൽ നിന്നുള്ളതാണ്. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിച്ചാൽ അല്ലാഹു എല്ലാറ്റിലും വർധനവ് തരും. നിങ്ങൾ സദഖ കൊടുത്താൽ അല്ലാഹു സമ്പത്തിൽ വർധനവ് തരും. സകാത്ത് കൊടുത്താൽ സമ്പത്തിൽ വർധനവ് തരും. പിശുക്ക് കാണിച്ചാലോ അല്ലാഹു ദാരിദ്ര്യം തരും. പരിശുദ്ധ ഖുർആൻ അത് പല സ്ഥലങ്ങളിൽ വിശദീകരിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടനവധി ഹദീസുകളിലൂടെയും ആ വിഷയം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശുക്ർ കാണിക്കുന്നവർക്ക് അല്ലാഹു വർധനവ് ഓഫർ ചെയ്തിരിക്കുന്നു. ദീനിന്റെ വിഷയത്തിലും ദുനിയാവിന്റെ വിഷയത്തിലും ആഫിയത്തിന്റെ വിഷയത്തിലുമൊക്കെയുള്ള വർധനവ് ആഗ്രഹിക്കുന്നവർ നന്ദിയുള്ള അടിമകളായി, ശുക്ർ ചെയ്യുന്ന അടിമകളായി മാറേണ്ടതാകുന്നു. ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീലാ وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.